തുറമുഖത്തടുക്കുന്ന കൂറ്റൻ ചരക്ക് കപ്പലുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നു. തുറമുഖത്തിന്റെ വരുമാനം കൂടുന്നതോടൊപ്പം കയറ്റുമതി മേഖലയ്ക്ക് ഏറെ പ്രയോജനകരമാണ് ഈ മാറ്റം. രാജ്യാന്തര തലത്തിൽ കൊച്ചി തുറമുഖത്തിന്റെ പ്രാധാന്യമേറുന്നുവെന്നതിന് തെളിവാണ് മെയിൻ ലൈൻ കപ്പലുകളുടെ വരവ്. ഏപ്രിൽ 1-ന് ശേഷം ഇത്തരത്തിലുള്ള 12 ചരക്ക് കപ്പലുകളാണ് കൊച്ചി തുറമുഖത്ത് എത്തിയത്. ഇതുവഴി മാത്രം 8466 TEU കണ്ടെയ്നറുകൾ കൊച്ചിയിൽ കൈകാര്യം ചെയ്തു. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കശുവണ്ടി കയറ്റിയ കപ്പലുകളാണ് പ്രധാനമായും എത്തിയത്. മെയിൻ ലൈൻ കപ്പലുകൾ കൊച്ചി തുറമുഖം ഒഴിവാക്കി നേരെ കൊളംബോയിലേക്ക് പോവുകയായിരുന്നു പതിവ്. രാജ്യത്തു നിന്നുള്ള കണ്ടെയ്നർ കയറ്റുമതിയുടെ 40% വരെ കൊളംബോ തുറമുഖത്ത് കൈകാര്യം ചെയ്തിരുന്ന അവസ്ഥയ്ക്കാണ് മാറ്റം വരുന്നത്. തൂത്തുക്കുടിയിലേക്കും മംഗലാപുരത്തേക്കും പോകേണ്ടുന്ന കണ്ടെയ്നറുകൾ വലിയ കൂറ്റൻ മെയിൻ ലൈൻ കപ്പലുകളിൽ കൊച്ചിയിലെത്തുന്നു. കൊച്ചിയിൽ നിന്ന് ചെറിയ കപ്പലുകളിൽ അത് തൂത്തുക്കുടിയിലേക്കും മാംഗ്ലൂരിലേക്കും ട്രാൻസ്ഷിപ്മെന്റ് ചെയ്തിട്ട് ചെറിയ കപ്പലുകളിൽ ഈ അടുത്തുള്ള പോർട്ടുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ മെയിൻ ലൈൻ വെസൽസ് കൊച്ചിയിൽ വന്നു തുടങ്ങി എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. രാജ്യാന്തര കപ്പൽ ചാലിനോട് ഏറ്റവും അടുത്തു കിടക്കുന്നുവെന്ന പ്രത്യേകതയാണ് കൊച്ചിക്ക് നേട്ടമായത്. വല്ലാർപാടം പദ്ധതി നിലവിൽ വരുന്നതിന് മുമ്പ് മെയിൻ ലൈൻ കപ്പലുകൾ എത്തുന്നത് പ്രതീക്ഷ നൽകുന്നുണ്ട്. കൊളംബോ ഒഴിവാക്കി കൊച്ചിയിൽ നിന്ന് നേരിട്ട് പ്രധാന രാജ്യങ്ങളിലേക്ക് ചരക്ക് അയക്കാമെന്നത് കയറ്റുമതി മേഖലയ്ക്ക് നേട്ടമാകും. 7 മുതൽ 10 ദിവസം വരെ ലാഭിക്കാമെന്നതിന് പുറമെ 2 തുറമുഖങ്ങളിലെ കൂലിയും ഒഴിവാക്കാനാവും. ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകളും കാലതാമസമില്ലാതെ കൊച്ചിയിലെത്തും.